നഗരസഭാധ്യക്ഷ സ്ഥാനം ബി.ജെ.പിക്ക് 19 പേരുടെ പിന്തുണയോടെ അച്ഛൻ കുഞ്ഞു ജോൺ വിജയിച്ചു. ഒരു സ്വതന്ത്രനും ബി.ജെ.പിയെ പിന്തുണച്ചു. ബി.ജെ.പി അധ്യക്ഷയ്ക്കെതിരെ എൽ.ഡി.എഫ്, യു.ഡി.എഫ് അവിശുദ്ധ കൂട്ടുകെട്ടിൽ അവിശ്വാസം അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. യു.ഡി.എഫ് അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. നഗരസഭയ്ക്ക് മുന്നിൽ ബി.ജെ.പിയുടെ ആഹ്ലാദ പ്രകടനം. ബി.ജെ.പി ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്നു. മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, വിവരങ്ങൾ എന്താണ്? വീണ അത്യാഹ്ലാദത്തിലാണ് പന്തളം നഗരസഭയിൽ ബി.ജെ.പിയുടെ ഭരണ തുടർച്ചയിൽ പന്തളം നഗരത്തിൽ ബി.ജെ.പി അംഗങ്ങൾ ഇപ്പോൾ നഗരത്തിലൂടെ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. ബി.ജെ.പി ജില്ലാ അധ്യക്ഷൻ ബി.എ. സൂരജ്, ഒപ്പം പന്തളം നഗരസഭയുടെ ചുമതലയുണ്ടായിരുന്ന ബി.ജെ.പി സംസ്ഥാന നേതാവ് സി കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകൾ, ഒപ്പം ബി.ജെ.പിയുടെ ചെയർമാൻ അച്ഛൻ കുഞ്ഞു ജോൺ തുടങ്ങിയ ആളുകളെല്ലാം പങ്കെടുക്കുന്ന ഒരു ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ പന്തളം നഗരത്തിൽ നടക്കുന്നത്. 18 ബി.ജെ.പി കൗൺസിലർമാരുടെയും ഒപ്പം തന്നെ ഒരു സ്വതന്ത്ര അംഗത്തിന്റെയും നേരത്തെ യു.ഡി.എഫിന് പിന്തുണ നൽകിയിരുന്ന സ്വതന്ത്ര അംഗം രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള 19 പേരുടെ പിന്തുണയോടുകൂടിയാണ് അച്ഛൻ കുഞ്ഞു ജോൺ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, അധികാരത്തിൽ വന്നിരിക്കുന്നത്. 18-19 പേരുടെ അധികാരത്തിൽ വീണ്ടും ഭരണ തുടർച്ചയുണ്ടാകുമ്പോൾ അത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം, ബി.ജെ.പി ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അംഗീകാരം. കഴിഞ്ഞ 4 വർഷമായി ബി.ജെ.പി പന്തളം നഗരസഭയിൽ നടത്തിക്കൊണ്ടിരുന്ന ഭരണ ജനതാൽപര്യപരമായിട്ടുള്ള ഭരണ മുന്നേറ്റങ്ങൾ, അതിനൊരു പിന്തുടർച്ച നൽകുന്നതിന് വേണ്ടി ഒരു സ്വതന്ത്രന്റെയും കൂടി പിന്തുണയോടുകൂടി ബി.ജെ.പി വീണ്ടും അധികാരത്തിൽ എത്തിയിരിക്കുന്നു. ബി.ജെ.പിയുടെ അധ്യക്ഷ സുശീല സന്തോഷിനെതിരെ നേരത്തെ എൽ.ഡി.എഫും യു.ഡി.എഫും ചേർന്ന്, എൽ.ഡി.എഫ് ആയിരുന്നു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഈ അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുകയായിരുന്നു. കോൺഗ്രസ് പിന്തുണയ്ക്കാനുള്ള ശ്രമമാണ് നടന്നത്. അങ്ങനെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കുന്നതിന് 2 ദിവസം മുൻപാണ് സുശീല സന്തോഷ്, ബി.ജെ.പിയുടെ അധ്യക്ഷ, നേരത്തെ രാജിവെച്ചത്. ഒപ്പം ബി.ജെ.പി അധ്യക്ഷ സുശീല സന്തോഷ്, ഉപാധ്യക്ഷയായിട്ടുള്ള യു രമ്യ, 2 പേര് രാജിവെച്ചു. ഈ രാജിയെ തുടർന്നായിരുന്നു വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്, ഉപാധ്യക്ഷ സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പ് നടന്നത്. രാവിലെ നടന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആഹ്ലാദ പ്രകടനം നമ്മൾ കാണുന്നു. അച്ഛൻ കുഞ്ഞു ജോണിനെ വലിയ ഭൂരിപക്ഷത്തിൽ 19 പേരുടെ 18 മുഴുവൻ ബി.ജെ.പി അംഗങ്ങളുടെയും ഒപ്പം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെയും പിന്തുണയോടുകൂടി വിജയിപ്പിച്ചപ്പോൾ ഇനി ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പാണുള്ളത്. അത് ഉച്ചയ്ക്ക് ശേഷമാണ്. ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ യു രമ്യ തന്നെ വിജയിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും എൽ.ഡി.എഫും യു.ഡി.എഫും ചേർന്ന് കോൺഗ്രസും സി.പി.എമ്മും ദേശീയ തലത്തിൽ നടത്തുന്ന ഇന്ത്യ സഖ്യം, അവർ ഒന്നിച്ച് ദേശീയ തലത്തിൽ മത്സരിക്കുമ്പോൾ, ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കുമ്പോൾ അതിന്റെ ചെറു പതിപ്പുകൾ പ്രാദേശിക തലത്തിലും വിവിധയിടങ്ങളിൽ രൂപപ്പെടുന്നു, കേരളത്തിലും രൂപപ്പെടുന്നു. കേരളത്തിൽ ഇരു തലങ്ങളിലായിട്ട് നിന്നുകൊണ്ട് അവർ പരസ്പരം പോരടിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പൊടിയിടാൻ ശ്രമിക്കുമ്പോൾ അത് തുറന്നു കാട്ടപ്പെടുന്ന ചില സംഭവ വികാസങ്ങളായി മാറുകയാണ്. ഇത്തരത്തിലുള്ള പ്രാദേശിക തലത്തിൽ നഗരസഭകളിലൊക്കെ അവർ ഒന്നിച്ചു പ്രവർത്തിക്കുന്നു. എൽ.ഡി.എഫും യു.ഡി.എഫും പ്രത്യേകിച്ച് കോൺഗ്രസും സി.പി.എമ്മും ബന്ധവൈരുദ്ധികൾ എന്ന രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ, കേരള സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ പ്രാദേശിക തലത്തിൽ ഒന്നു ചേർന്നുകൊണ്ട് ബി.ജെ.പിയെ പുറത്താക്കുന്നതിന് വേണ്ടി, ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇരു കൂട്ടരും ഒന്നാകുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് ഈ പന്തളത്തെ സംഭവവികാസങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. എന്തായാലും 9 എൽ.ഡി.എഫ് അംഗങ്ങളുടെ പിന്തുണയാണ് എൽ.ഡി.എഫിന്റെ സ്ഥാനാർത്ഥിയായ ലസീദയ്ക്ക് ലഭിച്ചിരിക്കുന്നത്, ലസീദ ടീച്ചർക്ക് ലഭിച്ചിരിക്കുന്നത്. 5 അംഗങ്ങളാണ് യു.ഡി.എഫിനുള്ളത്. അതിൽ 5 പേരും ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധിയുമാണ് യു.ഡി.എഫിനുള്ളത്. ഈ 5 പേരും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 9 പേരുടെ പിന്തുണ ഉള്ള എൽ.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി ലസീദ ടീച്ചർക്ക് 9 പേര് വോട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2 കൂട്ടരും, 2 അവിശുദ്ധ കൂട്ടുകെട്ടുകൾ പ്രത്യക്ഷത്തിൽ ബന്ധവൈരുദ്ധികളാണെന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പറയുന്ന കോൺഗ്രസും സി.പി.എമ്മും ചേർന്നുകൊണ്ട് ബി.ജെ.പിയെ പുറത്താക്കുന്നതിന് വേണ്ടി അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ പ്രാദേശിക തലത്തിൽ നടത്തിയിരിക്കുന്ന ആ ശ്രമമാണ് ഇവിടെ ബി.ജെ.പി വലിയ രീതിയിൽ ചെറുത്ത് തോൽപ്പിച്ചിരിക്കുന്നത്. മുഴുവൻ ബി.ജെ.പി അംഗങ്ങളുടെ പിന്തുണയും ഒപ്പം സ്വതന്ത്രന്റെയും പിന്തുണയോടുകൂടി വലിയ രീതിയിൽ അധികാരത്തിൽ തുടരാൻ ബി.ജെ.പിക്ക് സാധിച്ചു, ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു എന്നതിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ തത്സമയം പന്തളം നഗരത്തിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത്. താല്പര്യപരമായിട്ടുള്ള ആ വികസന നേട്ടങ്ങൾ, വികസന മുന്നേറ്റ ശ്രമങ്ങളെല്ലാം വരും വർഷത്തിലും അച്ഛൻ കുഞ്ഞു ജോണിന്റെ നേതൃത്വത്തിലുള്ള ചെയർമാനായിട്ടുള്ള അച്ഛൻ കുഞ്ഞു ജോണിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ബി.ജെ.പി നേതൃത്വം ആവർത്തിച്ച് പറയുന്നത്. പന്തളം നഗരസഭയുടെ ചുമതലയുണ്ടായിരുന്ന ശ്രീ കൃഷ്ണകുമാർ, നേരത്തെ പാലക്കാട് ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ കൃഷ്ണകുമാർ 2 ദിവസമായി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ബി.ജെ.പി സമർപ്പിക്കുന്ന ഒരു ക്രിസ്മസ് സമ്മാനം കൂടിയാണ് ഇവിടെ പന്തളം നഗരസഭയുടെ അധ്യക്ഷനായി, ചെയർമാനായി ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള അച്ഛൻ കുഞ്ഞു ജോണിനെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ജനമുന്നേറ്റ താല്പര്യപ്രകാരമുള്ള ഭരണവുമായിട്ട് പന്തളം നഗരസഭയിൽ
BJP വീണ്ടും അധികാരത്തിൽ തുടരും എന്ന് തന്നെയാണ് BJP ജില്ലാ നേതൃത്വം പറഞ്ഞു വെക്കുന്നത്. നഗരം ചുറ്റിയുള്ള പ്രകടനമാണ് നാം കാണുന്നത്. ഇവിടെ ലഡു വിതരണം, ആഹ്ലാദ പ്രകടനം എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്, നടപടിക്രമങ്ങളാണ് അവിടെ നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നഗര സ്ക്വയറിൽ, നഗര ഹൃദയത്തിലുള്ള നഗര ചതുരത്തിൽ ഇപ്പോൾ ഇവിടെ BJPയുടെ ആഹ്ലാദ പ്രകടനം അവസാനിക്കുകയാണ്. ഇനി തുടർന്ന് നഗരസഭയിലേക്ക് തന്നെയാണ് ഈ ആഹ്ലാദ പ്രകടനം വീണ്ടും പോകുന്നത്. ജില്ലാ അധ്യക്ഷൻ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനമാണ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു വിജയം തന്നെയാണ് ഈ ഒരു ഭരണ തുടർച്ച ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ LDF UDF കൂടെ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് BJPക്കെതിരെ അവിശ്വാസത്തിന് വേണ്ടി തയ്യാറെടുത്തത്. അതെല്ലാം പൊളിഞ്ഞെന്നുള്ള ഇപ്പം നമ്മുടെ മുമ്പിലായിട്ട് കണ്ടതാണ്. അവിശ്വാസ പ്രമേയം വന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്, യാതൊരുവിധ സംശയവുമില്ല, പന്തളം മുനിസിപ്പാലിറ്റി BJP ഭരിക്കുമെന്നുള്ളതാണ്. ഞങ്ങൾ 18 കൗൺസിലർമാരും ഒന്നിച്ചു നിന്നത് മാത്രമല്ല, വെളിയിൽ നിന്നുള്ള സ്വതന്ത്ര പിന്തുണയും ഞങ്ങൾക്കുണ്ടായി. UDF സംബന്ധിച്ച് അനിശ്ചിതത്വമാണ്. അവരുടെ ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് പോലും വോട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അവരുടെ ചെയർമാൻ സ്ഥാനാർത്ഥി ബഹിഷ്കരിച്ചു പോകുന്നു. LDF പലരുടെയും പുറകെ ചാക്കുമായിട്ടാണ്. അവസാനം LDF നാണം കെട്ടു പോകുന്ന അവസ്ഥയാണ്. ഇന്ത്യ മുന്നണി മൊത്തം പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുണ്ട്, അത് ഔദ്യോഗികമായി തന്നെ. പക്ഷേ പ്രാദേശിക തലത്തിലുള്ള ഇന്ത്യ മുന്നണി അതാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത്. സംസ്ഥാന തലത്തിൽ വൈരുദ്ധികളായിട്ട് ശത്രുക്കളായിട്ട് പെരുമാറുമ്പോഴും പ്രാദേശിക തലത്തിലുള്ള കൂട്ടുകെട്ട് അതല്ലേ തുറന്നു കാണിക്കപ്പെടുന്നത്. ഇവരിപ്പോൾ കേരളത്തിലെ പരസ്പരം തമ്മിലടിക്കുന്ന രീതിയിലാണ് അവർ കാണിക്കുന്നത്. പക്ഷേ പന്തളത്ത് BJP എവിടെ ഉണ്ടെങ്കിലും അവിടെ BJPയെ കളയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പന്തളത്ത് തന്നെ നമുക്ക് മനസ്സിലായില്ലേ, ഇപ്പോൾ BJP അധികാരത്തിൽ ഇരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ ആ മുനിസിപ്പാലിറ്റിയിൽ ഏത് വിധേനയും ഭാരതീയ ജനതാ പാർട്ടി അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് അവസാനം ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നിന്ന് തോപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണ്. പക്ഷേ ഇത് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ചുട്ട മറുപടിയാണ് ഇവിടുത്തെ കൗൺസിലർമാർ അതിനു വേണ്ടി നൽകിയിട്ടുള്ളത്. ഭരണ മുന്നേറ്റം തന്നെയാണ് പന്തളത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് അല്ലേ? ഭരണ മുന്നേറ്റം തന്നെയാണ്. അയ്യപ്പൻ ജനിച്ച മണ്ണ് കൂടിയിട്ടാണ് പന്തളം. ഇവിടെ കഴിഞ്ഞ 4 വർഷം ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇനിയും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യും, യാതൊരുവിധ സംശയവുമില്ല. ഭരണ മുന്നേറ്റ തുടർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി കൃത്യമായി തന്നെ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു വർഷം ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്ന, ഇതുവരെ BJPയുടെ നേതൃത്വത്തിൽ പന്തളം നഗരസഭയിൽ ഉണ്ടായിരിക്കുന്ന ഭരണ മുന്നേറ്റങ്ങൾ, അതിനുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ചെയർമാൻ സ്ഥാനാർത്ഥി അച്ഛൻ കുഞ്ഞു ജോൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ ഒരു അവസരത്തിൽ തോന്നുന്നത്? BJPയുടെ ചെയർമാൻ ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് വലിയ സന്തോഷത്തിൽ വലിയ ആഹ്ലാദ പ്രകടനം നഗരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. നഗരസഭ ചുറ്റിയുള്ള ആ ഒരു ആഹ്ലാദ പ്രകടനമാണ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന. വിവിധ ഭാഗങ്ങളിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് BJPയുടെ ചെയർമാൻ അച്ഛൻ കുഞ്ഞു ജോൺ ഒപ്പമുണ്ട്. ഒപ്പം വിവിധ ഈ ഒരു തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ BJP ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് സ്വീകരണങ്ങൾ നൽകിക്കൊണ്ട് BJPയുടെ ആഹ്ലാദ പ്രകടനങ്ങൾ വലിയ രീതിയിൽ പന്തളം നഗരം ചുറ്റിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത്യുജ്വല വിജയമാണ് BJPക്ക് ഈ പന്തളം നഗരത്തിൽ ജനങ്ങൾ 4 വർഷം മുൻപ് നൽകിയത്. ആ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് LDFും UDFും ചേർന്ന് ഒരു അവിശ്വാസം കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല, അതിനെ നിന്നു തരികയില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വിജയം തന്നെയാണ് ഇവിടെ BJP കൈവരിച്ചിരിക്കുന്നത്. വീണ. അച്ഛൻ കുഞ്ഞു ജോൺ പന്തളം ചെയർമാനെ BJP ഭരണം നിലനിർത്തി അവിടെ വലിയ ആഹ്ലാദ പ്രകടനം നടക്കുകയാണ്.